എമ്പുരാൻ സിനിമ കാണാൻ പോകുന്ന നേരത്തിന് ഈ ആശാവർക്കർമാരെ ഒന്ന് വിളിച്ചിട്ട് അതിനൊരു നടപടി എടുക്കാനല്ലേ മുഖ്യമന്ത്രി തയ്യാറാവേണ്ടത്? ഞങ്ങളിവിടെ ഇരുത്തിയിട്ടാണ് എമ്പുരാൻ സിനിമ കാണാൻ പോയത്. അത് എങ്ങനെ ഇരിക്കണേ? ഇനി അടുത്ത ഞങ്ങൾ ജീവൻ കൊടുക്കാനുള്ള തയ്യാറായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരാളെങ്കിലും ജീവൻ കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ പ്രയോജനം വരണം. മഴയത്ത് കിടന്ന് നിരാഹാരം കിടന്നിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ വിജയം കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് എന്ത് വന്നാലും പിന്മാറുകയുള്ളൂ. സത്യം സത്യം സത്യം. ആശമാരുടെ സമരം കണ്ടില്ല എന്ന് നടിച്ച് ഉല്ലാസത്തോടെ ജീവിക്കുന്നതായ ഇടതുപക്ഷ സർക്കാർ അത് തിരുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവര് പാടുമല്ലോ, മനുഷ്യനാകണം മനുഷ്യനാകണം. പിണറായി വിജയനോടും വീണാ വിജയനോടും കേരളത്തിലെ സമൂഹം ഒന്നടങ്കം ഇന്ന് അങ്ങോട്ട് പറയാണ് മനുഷ്യത്വം ഉണ്ടാകണം എന്നുള്ളത്. സത്യത്തിൽ എന്റെ പേര് വീണ എന്നായി പോയതിൽ ഞാൻ ഈ നിമിഷം ലജ്ജിക്കുകയാണ്. ഞങ്ങള് ഒരു അവയവമാണ് ഞങ്ങൾ മുറിച്ചു മാറ്റിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിനിടെ തല മൊട്ടയടിച്ച് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ആശാവർക്കർമാർ. സമരം 50-ാം ദിനം പിന്നിട്ടിട്ടും ഫലമുണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരത്തിന്റെ രീതി മാറ്റിയിരിക്കുന്നത്. സമരവേദിക്ക് മുന്നിൽ മുടിയഴിച്ച് പ്രകടനം നടത്തിയതിനു ശേഷമാണ് മുടി മുറിച്ച് പ്രതിഷേധിച്ചത്. ഒരാൾ തല മുണ്ടനം ചെയ്യുകയും ചെയ്തു. പലരും വിതുമ്പി കരയുകയും ചെയ്തു. സമരത്തെ സംസ്ഥാന സർക്കാർ നിരന്തരം അവഗണിക്കുന്ന പശ്ചാത്തലത്തിൽ കടുത്ത സമര രീതികളിലേക്ക് കടക്കുമെന്ന് ആശമാർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. സമരം ആരംഭിച്ച് 1.5 മാസത്തോളം കഴിഞ്ഞിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു അനുകൂല തീരുമാനവും ഉണ്ടാകാത്തതിന്റെ പേരിലാണ് പ്രതിഷേധം ശക്തമാക്കുന്നത്. ഇതേ തുടർന്നാണ് മുടി മുറിച്ചെറിയുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് ആശാപ്രവർത്തകർ എത്തിച്ചേർന്നത്. ഇതിലും പരിഹാരമൊന്നും തന്നെ ഉണ്ടായില്ല എങ്കിൽ ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറാണെന്ന് നെഞ്ചുപൊട്ടി പറയുകയാണ് ആശാപ്രവർത്തകർ. ആശാപ്രവർത്തകർക്ക് പിന്തുണയുമായി BJP നേതാവ് K. സുരേന്ദ്രനും പങ്കെടുത്തിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു വളരെ വൈകാരികമായ ഒരു സമരമായിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ ഏറ്റവും അഭിമാനകരമായി കണക്കാക്കുന്ന, അവരുടെ സ്വത്വബോധത്തിന്റെ അടയാളമായിട്ട് കണക്കാക്കുന്നതാണ് അവരുടെ മുടി. ആ മുടി മുറിച്ച് പ്രതിഷേധിക്കുമ്പോഴും സർക്കാർ അനങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധകരമായിട്ടുള്ള കാര്യം. ഒരു മനസാക്ഷിയില്ലാത്ത മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജ് മാറിയിരിക്കുകയാണ്. അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം, ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. മറ്റൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. ഇവിടെ കോൺഗ്രസിന്റെയും BJP നേതാക്കൾ വന്നിട്ടുണ്ട്. പക്ഷെ പിണറായി വിജയൻ അവിടെ എമ്പുരാൻ സിനിമ കാണാൻ പോയി എന്നുള്ളത്. അതെ, പിണറായി വിജയന് ഇത്രയും മനസാക്ഷിയില്ലാതെ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? അവര് എമ്പുരാൻ സിനിമ കാണാൻ പോകുന്ന നേരത്തിന് ഈ ആശാവർക്കർമാരെ ഒന്ന് വിളിച്ചിട്ട് അതിനൊരു നടപടി എടുക്കാനല്ലേ മുഖ്യമന്ത്രി തയ്യാറാവേണ്ടത്? അൻപതാം ദിവസത്തെ സമരത്തിൽ ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ആശമാരുടെ സമരം കണ്ടില്ല എന്ന് നടിച്ച് ഉല്ലാസത്തോടെ ജീവിക്കുന്നതായ ഇടതുപക്ഷ സർക്കാർ അത് തിരുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം ഇത് ജീവന്റെ സമരമാണ്, സ്ത്രീകളുടെ സമരമാണ്. 230 രൂപ കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ളതായ കാര്യമാണ്. ആർക്കും ഈ കേരളത്തിൽ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദയവായി ഭരണാധികാരികൾ കണ്ണു തുറക്കുകയും, പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നതായ ഈ കേരളത്തിൽ ഞങ്ങളൊക്കെ ഈ സർക്കാരിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ആ വിശ്വാസം നഷ്ടപ്പെടുത്താതെ എത്രയും വേഗത്തിൽ ഈ സമരത്തെ ചർച്ചയിൽ വിളിച്ച് ഒത്തുതീർപ്പാക്കി പരിഹാരം കാണുകയും ഈ സമരം വിജയിപ്പിക്കത്തക്കവണ്ണം വേണ്ട ക്രമീകരണം ചെയ്യുകയും ചെയ്യണമെന്ന് സർക്കാരിനോട് അപേക്ഷിക്കുന്നു. അൻപതാമത്തെ ദിവസം ഞങ്ങൾ സ്വയം പീഡിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് മുടി മുറിച്ച് പ്രതിഷേധം നടത്തുകയാണ്. ഇനിയെങ്കിലും ഗവൺമെന്റ് കണ്ണു തുറന്ന് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങളുടെ തീരുമാനം എടുക്കണം. ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഈ വെയിലിലും
മഴയത്തും കിടന്ന് നിരാഹാരം കിടന്നിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ വിജയം കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് എന്ത് വന്നാലും പിന്മാറുകയുള്ളൂ. സത്യം സത്യം സത്യം. പ്രതീക്ഷ ഉണ്ട് അത് കിട്ടും. നമുക്ക് എന്തായാലും ഗവൺമെന്റ് കണ്ടു തുറക്കുമെന്നാണ് ഒരു തോന്നല്. ഈ മുടി മുറിച്ചതിലൂടെ നമുക്ക് അങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്. പിന്നെയെല്ലാം ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്നു. വീണ ജോർജിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അവരുടെ ഭാഗത്തും നമുക്ക് ഒരു ഉറപ്പും തോന്നിയിട്ടില്ല ഇതുവരെയും. കാരണം അവരുടെ ഭരണസ്ഥിര കേന്ദ്രങ്ങളിൽ വരെ നമ്മൾ പോയി, എന്നിട്ട് ഒരു രക്ഷയുമില്ല. അവരിൽ നിന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുന്നെങ്കിൽ മാത്രമേ അതിനൊരു വിശ്വാസമുള്ളൂ. പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഇതെങ്കിലും ചെയ്യണത്. അവസാനമായിട്ടല്ല, ഒരാശ അവശേഷിക്കുന്നത് വരെ ഇതിനുള്ള പ്രതികരണം ഒന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കും. പുതിയ രീതിയിൽ ഞങ്ങൾ ജയിച്ചിട്ടേ പോകും. ഇനി അടുത്ത ഞങ്ങൾ ജീവൻ കൊടുക്കാനുള്ള തയ്യാറായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരാളെങ്കിലും ജീവൻ കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ പ്രയോജനം വരണം. ഈ മന്ത്രി മുഖ്യ ഞങ്ങളെ മൂക്കിന്റെ മുമ്പത്താണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അവര് ഇത്രയും സമയത്ത് ഇവർ ഈ ആഘോഷിക്കാനുള്ളത് വരൂല, വരുത്തൂല. അതിന് മുമ്പേ ഇവര് ഞങ്ങളെ കാണണം. ഇല്ലെങ്കിൽ ഇത് ഒരു ജീവൻ പോവും. അത് കണക്കാക്കി തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങളിവിടെ ഇരുത്തിയിട്ടാണ് എംബ്രാം സിനിമ കാണാൻ പോയത്. അത് എങ്ങനെ ഇരിക്കണേ? അത്രയ്ക്ക് നല്ല മന്ത്രിയാണ് നമ്മുടെ വീട്ടിലെ മന്ത്രി. പട്ടിണി പാവങ്ങളെ 12 ദിവസത്തോട് നിരാഹാരം കിടക്കുന്ന ആ സ്ത്രീകളെ ഇട്ടിട്ട് അവര് കുടുംബസമേത എമ്പുരാനാ ഏത് സിനിമയാന്തോ ഞങ്ങൾക്ക് അത് കേൾക്കാനുള്ള സമയം ഇല്ല. ഞങ്ങൾ അത് കാണാൻ പോയിരിക്കുന്നു. എത്ര ഉണ്ട്? അത്രയ്ക്കാണ് നമ്മൾ കയറ്റി നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ ഓരോ ആശാ വർക്കർമാരാണ് ഓരോ വീട്ടിൽ ഇറങ്ങിക്കയറി ഇന്നാരെ ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും, നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരിക്കൽ ചെയ്ത് രണ്ടാമതും കൂടെ കയറ്റിയതിലാണ് നമുക്ക് പറ്റിയ അബദ്ധം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറ്റിയ 5 വർഷം 4 പേര് 1000 രൂപ വരെ കൂട്ടിയെന്ന് പറഞ്ഞു. ശൈലജ ടീച്ചർ ഇരുന്ന സമയത്ത് ഞങ്ങൾക്ക് 1000 രൂപ വരെ കൂട്ടി. ശരി, സമ്മതിച്ചു. ഞങ്ങൾ ചെയ്യേണ്ട വർക്കിന്റെ പുറത്താണ് അവരവിടെ ചെയ്തത്. അവര് കേരളം ആരോഗ്യത്തിൽ 1-ാം നമ്പർ എന്ന് പറയുന്ന കാര്യമുണ്ട്. ഈ പാവപ്പെട്ട ആശമാർ ഉണ്ടായിരുന്നിട്ടാണ് ഇവർ 1-ാം നമ്പർ എന്ന് പറയുന്നത്. ഇവര് 4 വർഷം ഇരുന്നിട്ട് ഇവർ എന്തോന്നാണ് ഞങ്ങൾക്ക് ചെയ്തത്? അത് വീണ ജോർജ് ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഇവർ ഇതിന്റെ പേര് ചോദിക്കും. ഞങ്ങള് ഒരു അവയവമാണ് ഞങ്ങൾ മുറിച്ചു മാറ്റിയത്. ഇതിനവര് മറുപടി പറയും, അവരല്ലെങ്കിൽ പറയിക്കും. ഇടതുപക്ഷ സർക്കാർ എന്ന് പറയരുത്. യഥാർത്ഥ ഇടതുപക്ഷത്തിന് നാണക്കേടാണ്. കാരണം ഈ ഇടതുപക്ഷം പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന വീണ ജോർജ് ഭരിക്കുന്ന ഒരു വകുപ്പിന് കീഴിലുള്ള ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് ഇവിടെ 50 ദിവസമായിട്ട് ഇവിടെ സമരമുഖത്ത് ജീവിക്കുന്നത്. നമുക്കറിയാം, സർക്കാർ തന്നെ അല്ലെങ്കിൽ ഏജൻസീസ് തന്നെ പറയുന്നത് 10 മണി മുതൽ 3 മണി വരെയുള്ള സമയം വെയിൽ കൊള്ളരുത് അല്ലേ? ഏറ്റവും UV റേസ് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സമയമാണ്. ആ സമയത്തുൾപ്പെടെ രാവും പകലും ഈ സ്ത്രീകൾ 50 ദിവസമായിട്ട് അവരുടെ ജീവിത സമരം, ജീവിക്കാനുള്ള അവകാശത്തിന്റെ സമരമാണ് അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 232 രൂപ വെച്ചിട്ട് ആർക്ക് ഒരു ദിവസം മാന്യമായി പട്ടിണി കിടക്കണമെങ്കിൽ ഒരു 500 രൂപ വേണം ഈ കേരള സംസ്ഥാനത്ത്. എല്ലാ അവശ്യ സാധനങ്ങൾക്കും ഏറ്റവും അധികം വിലയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. മാന്യമായി പട്ടിണി കിടക്കണമെങ്കിൽ പോലും 500 രൂപ ഇല്ലാതെ പറ്റാത്തൊരു സാഹചര്യത്തിൽ 232 രൂപ എന്ന് പറയുന്നത് 2007 മുതൽ, നിങ്ങൾ ആലോചിക്കുക, 2007 കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഒരു പതിറ്റാണ്ടിലധികം, 1.5 പതിറ്റാണ്ടോളം ആയിരിക്കുന്നു 232 രൂപ അവർ വാങ്ങാൻ തുടങ്ങിയിട്ട്. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില കൂടി. എല്ലാ കാര്യത്തിനുമുള്ള ഇൻഫ്ലേഷൻ നമുക്ക് തിരിഞ്ഞു നോക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഇൻഫ്ലേഷൻ ആണുള്ളത്. ജീവിക്കാനുള്ള സമരമാണ് ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. വീണ ജോർജ് മന്ത്രിയെ കുറിച്ച് നമ്മൾ എന്താ പറയേണ്ടത്? അവരൊരു സ്ത്രീയാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ഇന്ന് 50-ാം ദിവസം ഈ സഹന സമരത്തിന്റെ മുടി മുറിച്ച് ഇവര് പ്രതിഷേധിക്കുന്നു. ഇപ്പൊ നങ്ങേലിയുടെ വലിയ സമരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ധീര പോരാട്ടത്തെക്കുറിച്ച് വാഴ്ത്തുപാട്ടുകൾ പാടി അധികാരത്തിൽ വന്നിട്ടുള്ള സർക്കാരാണ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയുന്നത് അല്ലെ? കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയുന്നത് ഇപ്പൊ ഇത് ക്യാപിറ്റലിസ്റ്റ് സർക്കാരാണ്. ഇന്ന് ഭരണവർഗം ആരാണോ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളത് അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ മാത്രമാണ് ഈ സർക്കാർ. ഇവര് പാടുമല്ലോ,
മനുഷ്യനാകണം, മനുഷ്യനാകണം. പിണറായി വിജയനോടും വീണാ വിജയനോടും കേരളത്തിലെ സമൂഹം ഒന്നടങ്കം ഇന്ന് അങ്ങോട്ട് പറയാണ് മനുഷ്യത്വം ഉണ്ടാകണം, മനുഷ്യത്വം ഉണ്ടാകണം എന്നുള്ളത്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചാനൽ മുറികളിലിരുന്ന് എന്താണ് മുഖസൗന്ദര്യം വർദ്ധിപ്പിച്ച് അവതരണം നടത്തി ഒരു എന്താ പറയാ ഒരു ലാറ്ററൽ എൻട്രി CPM-ലേക്ക് നേടിക്കൊണ്ട് ഭരണം നേടിയെടുത്ത ആളാണ് വീണ ജോർജ്. സത്യത്തിൽ എൻ്റെ പേര് വീണ എന്നായി പോയതിൽ ഞാൻ ഈ നിമിഷം ലജ്ജിക്കുകയാണ്. ഈ ലാറ്ററൽ എൻട്രി കിട്ടി വന്നവർക്കൊന്നും സമരത്തിന്റെ മഹത്വം എന്താണെന്നോ സമരക്കാര് നടത്തുന്ന ത്യാഗത്തിന്റെ മഹത്വം എന്താണെന്നോ അവര് അനുഭവിച്ചു പോകുന്ന യാതനകൾ എന്താണെന്നോ അറിയില്ല. ഇവിടെ ഈ സമരം ഇരിക്കുന്നതിൽ ഒരു ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ട്, വീട് കിടപ്പാടം ജപ്തിയായി പോകുന്ന സാഹചര്യത്തിലുള്ളവരുണ്ട്. ചിലരെയൊക്കെ പൊതുസമൂഹം ചില സഭകളിലെ പിതാക്കന്മാരടക്കം സഹായിച്ച് അവരുടെ ആധാരം വീണ്ടെടുക്കാനായിട്ട് സഹായിച്ചു. അത്രയും ഗതികെട്ട അവസ്ഥയിൽ കിടപ്പാടം നഷ്ടപ്പെടുമോ എന്ന് പോലും അറിയാതെ യാതനകളും പേറി വന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകളാണ്, സ്ത്രീകളാണ്. ആ സ്ത്രീകളോടാണ് ഇവര് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ കുത്തിയിരിക്കുന്നത് സ്ത്രീകളാണ്. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു സ്ത്രീയാണ്. അങ്ങനെ അങ്ങോട്ട് പെണ്ണുങ്ങൾ സമരം നടത്തി നമ്മളെ കീഴ്പ്പെടുത്തണ്ട അല്ലെങ്കിൽ ജയിക്കണ്ട എന്നുള്ളൊരു ധാർഷ്ട്യത്തിന്റെ പ്രതിഫലനം കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ കുറ്റകരമായിട്ടുള്ള വിവേചനം. ഞങ്ങൾ 51 ദിവസം വരെ രാപ്പകൽ സമരം തുടങ്ങി. സമാധാന സമരത്തിലൂടെ നിരാഹാരം വന്നു, ഉപവാസം എടുക്കുന്നുണ്ട്. ഈ വക എല്ലാ സമരങ്ങളും ചെയ്യുന്നുണ്ട്. ഈ സമര കാലഘട്ടത്തിലെല്ലാം എല്ലാ നേതാക്കന്മാരും എല്ലാ പാർട്ടിയുടെയും ഒരു പാർട്ടിയും എടുത്തു പറയുന്ന പല സാമൂഹിക നേതാക്കന്മാർ പലരും ഇവിടെ വന്നു പോകുന്നുണ്ട്. എല്ലാവരും ഐക്യദാർഢ്യം എന്ന് പറയുന്നുണ്ട്. ഓരോ ദിവസം ഐക്യദാർഢ്യത്തിന് ഒരു ദിവസം ഇന്ന ദിവസം ഐക്യദാർഢ്യം എന്ന് പറഞ്ഞ് അന്നും ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നതല്ലാണ്ട് ഈ 50 ദിവസമായിട്ടും ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇനി ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ മുടി മുറിച്ചിട്ടേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ കയ്യോ കാലോ വെട്ടിക്കളയണം. കാരണം നടന്നാലാണല്ലോ ഞങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല. വണ്ടിയിൽ കയറി പോവാണെങ്കിലും വണ്ടിക്കാശ് വേണം, അല്ലെങ്കിൽ വണ്ടിയുള്ള ആളുകൾക്ക് പെട്രോൾ അടിക്കണം, അതിന് ആവശ്യമുണ്ട്. ഇതൊന്നും നടപടിയില്ലെങ്കിൽ ഞങ്ങളുടെ സർവീസ് സർക്കാരിന് ആവശ്യമുണ്ട്. ഏത് തരത്തിലാണെങ്കിലും ഏത് തരത്തിലുള്ള സർവീസ് ഞങ്ങളുടേത് ആവശ്യമുണ്ട്. പക്ഷെ ഞങ്ങളെ ഒരു തൊഴിലാളികളായി അംഗീകരിക്കുകയോ അതിന് ഇന്ന് വരെ സർക്കാർ ഞങ്ങളോട് യാതൊരുവിധ അംഗൻവാടിക്കാർ സമരം നടത്തി. അവരുടെ കാര്യത്തിൽ തീരുമാനം ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒഴിവാക്കി വിട്ടു. എന്തുകൊണ്ടൊരു വെല്ലുവിളി പോലെ ഞങ്ങളെ എടുക്കുകയും ഞങ്ങളുടെ ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാതെ പലരും വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു തന്നെ KK സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞത് അത് തന്നെയാണ്. ഞങ്ങൾക്ക് പലരും വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതല്ലാണ്ട് ഞങ്ങളുടെ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതിന് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഞങ്ങൾ ഇവിടെ വന്ന് മരിക്കണം എന്നാണ് ഞങ്ങൾ ചോദിക്കണേ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. ബാക്കി ജനങ്ങൾ പകരം ആളുകളെ വെച്ചിട്ട് സർക്കാർ സർവീസ് ചെയ്തോളാന്നാണ് പറയണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. അതിന്റെ വക്കീലാണ് ഞങ്ങൾ. നമ്മൾ പ്രതീക്ഷയോട് തന്നെയാണ് ഇരിക്കണം. നമ്മൾ ജയിപ്പിച്ചു വിട്ട സർക്കാർ ഞങ്ങളെ കൈവെടിയില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നിൽക്കുന്നത്. കാരണം ഞങ്ങൾ സ്വയം പീഡിതരായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നമ്മൾ സർക്കാരിനെതിരായിട്ടോ സർക്കാരിന്റെ വക വസ്തുവകളോ ഒന്നും നശിപ്പിക്കാതെ ഞങ്ങൾ സ്വയം പീഡിതരായിക്കൊണ്ടാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് ഈ സമരം വിജയിച്ചേ പറ്റുള്ളൂ. ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ്. അതിൽ സർക്കാർ പിടിവാശി കാണിക്കാതെ ഈ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കണം. നിരാഹാരം ഇന്ന് 12 ദിവസമായി ഞാനും നിരാഹാരം ഇരിക്കുന്നു. ഇപ്പം 3 ദിവസം കൊണ്ട് നിരാഹാരം ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെ അവസ്ഥകൾ മനസ്സിലാക്കിയ സർക്കാർ കടമ്പെടുത്താൻ പിടിക്കാതെ ഞങ്ങളെ ഇത്രയും പെട്ടെന്ന് ഈ സമരം ഒത്തുതീർപ്പാക്കി ഞങ്ങളെ ആവശ്യങ്ങൾ അംഗീകരിച്ച് ഞങ്ങളെ പറഞ്ഞയക്കണമെന്നാണ് പറയുന്നത്. പ്രതീക്ഷയുണ്ട്, പക്ഷെ കനിയോന്ന് അറിഞ്ഞൂടാ, കനി ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. അതിന് വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടണമല്ലോ. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് ഈ മുടി മുറിച്ച് ഇത്രയും ഇതായിട്ട് ഇത്രയും ആശമാര് പ്രതിഷേധിക്കുമ്പോൾ ഇനിയെങ്കിലും സർക്കാരിന്റെ കണ്ണു തുറക്കുമെന്നാണ് ഞങ്ങളുടെ വിചാരം. അതിനുവേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കണം. കണ്ണു തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങളുടെ പ്രതീക്ഷ അതുവരെ ഞങ്ങൾ സമരം ചെയ്യും. എത്ര ദിവസമാണ് മരണം വരെയാണെങ്കിലും ഞങ്ങൾ ഈ ഒരു സമരത്തിലൂടെ ഞങ്ങൾ നേടിയെടുക്കും.